ഇതെന്ന് പറയുന്നേ നമ്മളോട് ഇത് നിലന്തല്ലി എന്നൊക്കെ പറയും. ഇതിൻ്റെ വലിയ മീനെ വരിക. ഇത് ഒരു പെട്ടിയിൽ അത് കുറച്ച് വന്നതാണ്. അത് ഇവിടെ ചിലപ്പോൾ സെയിലാവില്ല. ഇത് നമ്മൾ ആർക്കെങ്കിലും ഫ്രീ കൊടുക്കും. തോണിപ്പതി എന്ന് പറയാം. പിന്നെ അത് വറ്റകൾ, അതിലിത് മഞ്ഞവറ്റ. ഇത് നമ്മുടെ നൗഷാദ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇത് മീൻ എടുക്കുന്ന ആളാ. ഇനി നമുക്ക് കള്ളികളിൽ അവരിങ്ങനെ മീൻ കണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ കടൽ കരിപ്പുള്ളി എന്ന് പറയുന്നത്. കണ്ട, നല്ല അടിപൊളി മീനാണ്, സൂപ്പർ മീനാണ്. നമ്മൾ ഈ കാറ്ററിങ്ങിനൊക്കെ കൊണ്ടുപോകണ മീനുകളാണ് ഇതൊക്കെ. ഇതെടുക്കണ കണ്ട. അതെ, ഇതിന് നമ്മുടെ മാർക്കറ്റത്തെ സേവിയർ ഏട്ടൻ. ഇതിന് വാള എന്ന് പറയുന്ന മീൻ, വാള. ഇതേ വാള നമ്മളിത് തൂക്കം നോക്കണം. ഇത് ഇവിടുന്ന് കച്ചവടക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് തൂക്കം പിടിച്ചത്. ഇതന്നെ നമ്മുടെ മാർക്കറ്റിൽ അന്തോണിയേട്ടൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആളുടെ ഇതിൻ്റെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ അതെ ഇപ്പോൾ ഇവിടുന്ന് അന്തോണിയേട്ടൻ അവിടെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് കച്ചവടം ചെയ്ത് ലാലം വിളിച്ച് മീൻ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, നേരത്തെ കണ്ട ആ സ്രാവാണത്, അതിൻ്റെ വലുതാണിത്. ഇതാ അടിപൊളി ഐറ്റം, കടലിലെ കൊമ്പൻ. മീനിറക്കം തോന്നുന്നു കാണാം. വാ, കണ്ട, നല്ല അടിപൊളി വയമ്പാണ് വന്നിരിക്കുന്നത്. വയമ്പ് നല്ല നാടൻ വയമ്പ്. ഇപ്പം എന്തായാലും നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല നല്ല അടിപൊളി വയമ്പുകൾ കിട്ടും. ഇതാണ് കായൽ മീൻ്റെ സെക്ഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്ക് കായൽ മീൻ്റെ അവിടെ ഉണ്ട്. ഇപ്പം മീൻ വന്നിട്ടുള്ള ടൈമാണ്. കാണാം, അതിപ്പോൾ തന്നെ വണ്ടി വരണം വന്നിട്ടുള്ളത്. അപ്പോൾ മീൻ ഇറക്കേണ്ട ഒരു ബഹളമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി മാന്തള്. അതെ, ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം മീൻ വണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ഇറക്കുന്നൊന്ന് കാണാം. ലോഡ് കണ്ട, ആ മീൻ വന്നതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഒരു വണ്ടി വന്നതാണ്. ഈ വണ്ടിയിൽ വെച്ച് തന്നെ ലേലം വിളി നടത്തി ഇവിടുന്ന് തന്നെ കച്ചവടമായിട്ട് നേരെ എല്ലാ ചെറുകിട കച്ചവടക്കാർക്കും പള്ളിക്കാർക്കും ഒക്കെ കൊടുക്കും.